ഹായ് എവരിവൺ, ഏവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കേട്ടറ്റ് മലയാളം, കേട്ടറ്റ് സബ്ജക്ട് മലയാളത്തിലെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മലയാള ഭാഷാ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് പരീക്ഷകൾക്കൊക്കെ സ്ഥിരം ചോദിക്കുന്ന മലയാള ഭാഷയുടെ ഉത്പത്തിവാദങ്ങൾ എന്നുള്ള ടോപ്പിക്കാണ്. മലയാള ഭാഷയുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടിട്ട് വിവിധ പണ്ഡിതന്മാരെ വിവിധ വാദങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ വാദങ്ങളെല്ലാം തന്നെ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് പല ചോദ്യപേപ്പറുകളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട വാദങ്ങൾ ഏതൊക്കെയാണ്, എന്താണ് ആ വാദങ്ങളുടെ ആശയം, അത് ആരൊക്കെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടന്നാലോ? ഏതൊരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് മുൻകാല ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യാറുണ്ട്, ഇല്ലേ? അപ്പോഴാണ് തുടർന്ന് പഠിക്കുന്ന കാര്യങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ളത് കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്ന മലയാള ഭാഷയുടെ ഉൽപ്പത്തിവാദങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് മുൻകാല ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് നോക്കാം. മലയാളം സംസ്കൃതജന്യമാണ് എന്ന വാദത്തിന്റെ അഭിപ്രായത്തിന്റെ അവതാരകൻ ആരാണ്? മലയാളം സംസ്കൃതജന്യമാണ് എന്ന അഭിപ്രായത്തിന്റെ അവതാരകൻ ആരാണ്? ഓപ്ഷൻ എ ആർ രാജരാജവർമ്മ, ഓപ്ഷൻ ബി കോന്നി നെടുങ്ങാടി, ഓപ്ഷൻ സി പി ശങ്കരൻ നമ്പ്യാർ, ഓപ്ഷൻ ഡി പി ഗോവിന്ദപിള്ള. ആരാണ് മലയാളം സംസ്കൃതജന്യമാണ്, സംസ്കൃത ഭാഷയിൽ നിന്ന് രൂപം കൊണ്ട ഭാഷയാണ് മലയാളം എന്ന് അഭിപ്രായപ്പെട്ടത്? ആരാണ് അഭിപ്രായപ്പെട്ടത്? നിങ്ങൾക്ക് എ ബി സി ഡി എന്നീ ഓപ്ഷനിൽ ഏതാണോ ശരിയായിട്ട് തോന്നുന്നത് അത് നിങ്ങളുടെ പുസ്തകത്തിന്റെ സൈഡിലായിട്ട് ഒന്ന് എഴുതി വെക്കുക. ഇന്നത്തെ ക്ലാസ് കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. മലയാള ഭാഷയുടെ ഉൽപ്പത്തിവാദങ്ങൾ. മലയാള ഭാഷയുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനമായിട്ടും 5 വാദങ്ങളാണ് നിലവിലുള്ളത്. മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെ പറ്റി വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും സിദ്ധാന്തങ്ങളും നിലവിലുണ്ട്. അവയിലെ പ്രധാനപ്പെട്ട 5 സിദ്ധാന്തങ്ങൾ നമുക്ക് നോക്കാം. സംസ്കൃതജന്യവാദം, തമിഴ് ജന്യവാദം, മൂലദ്രാവിഡ ഭാഷയുടെ സ്വതന്ത്ര ശാഖ, ഭാഷാ മിശ്രവാദം, സംക്രമണവാദം. ഏതൊക്കെയാണ്? സംസ്കൃതജന്യവാദം, തമിഴ് ജന്യവാദം, മൂലദ്രാവിഡ ഭാഷയുടെ സ്വതന്ത്ര ശാഖ, ഭാഷാ മിശ്രവാദം, സംക്രമണവാദം. 5 വാദങ്ങൾ. ഇനി ഇവ ഓരോന്നും എന്താണെന്നും ആരൊക്കെയാണ് ഈ വാദങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുമാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭാഷയുടെ ഉൽപ്പത്തിവാദങ്ങളിൽ ആദ്യത്തേത് സംസ്കൃതജന്യവാദമാണ്. സംസ്കൃത പ്രഭവവാദികളുടെ അഭിപ്രായത്തിൽ സംസ്കൃതമാണ് മലയാളത്തിന്റെ മൂലഭാഷ. സംസ്കൃതം വേദഭാഷയായതിനാൽ എല്ലാ ഭാഷകൾക്കും അത് തന്നെയാകണം പൂർവഭാഷ. അങ്ങനെയാകുമ്പോൾ മലയാളവും സ്വാഭാവികമായും സംസ്കൃത പ്രഭവമാകും. അപ്പോ സംസ്കൃതജന്യവാദത്തിൽ എന്താണ് പറയുന്നത്? മലയാള ഭാഷയുടെ മൂലഭാഷ അല്ലെങ്കിൽ മലയാള ഭാഷ രൂപപ്പെട്ടത് സംസ്കൃതത്തിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. സംസ്കൃതം ഒരു ദേവഭാഷയാണ്. എല്ലാ ഭാഷയും രൂപപ്പെട്ടത് ഏതിൽ നിന്നാണ്? സംസ്കൃതത്തിൽ നിന്നാണ്. എല്ലാ ഭാഷകൾക്കും പൂർവഭാഷ സംസ്കൃത ഭാഷയാണ്. അതുകൊണ്ട് തന്നെ മലയാളവും സ്വാഭാവികമായിട്ടും സംസ്കൃത പ്രഭവമാകുമെന്നാണ് സംസ്കൃതജന്യവാദത്തിലൂടെ പറയുന്നത്. തദ്ഭവങ്ങളായും തത്സമങ്ങളായും മലയാളത്തിൽ പ്രചരിക്കുന്ന സംസ്കൃത പദങ്ങളുടെ അതിപ്രസരം തന്നെയാണ് ഈ വാദത്തിന്റെ അടിത്തറ. തദ്ഭവ പദങ്ങൾ എന്ന് വെച്ചാൽ എന്താ? സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് ഒരു പദം സ്വീകരിക്കുന്നു എന്ന് വെച്ചാൽ അതേപോലെ സ്വീകരിക്കുകയല്ല, അതിന്റെ ഉച്ചാരണത്തിലും മറ്റും വ്യത്യസ്തത വരുത്തിക്കൊണ്ട് നമ്മൾ ഒരു പദം സ്വീകരിക്കുകയാണ് എങ്കിൽ അതിനെ തദ്ഭവ പദം എന്ന് വിളിക്കുന്നു. ഒരു പദം അതുപോലെ തന്നെ സമമായി തന്നെ സ്വീകരിക്കുകയാണ് എങ്കിൽ അതിനെ തത്സമപദങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ ഇത്തരത്തിലെ സംസ്കൃതത്തിൻ്റെതായിട്ടുള്ള തദ്ഭവ പദങ്ങളും തത്സമ പദങ്ങളും മലയാളത്തിൽ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ മലയാളം സംസ്കൃതജന്യമാണ് എന്നാണ് സംസ്കൃതജന്യവാദത്തിൽ പറയുന്നത്. മലയാള ഭാഷ സംസ്കൃതജന്യമാണ് എന്നുള്ള ധാരണ ലീലാതിലകകാരന് ഉണ്ടായിരുന്നു. സംസ്കൃതം അനാദിയാണെന്നും
മറ്റു ഭാഷകൾ സാദിയാണെന്നും ലീലാതിലകത്തിന്റെ രണ്ടാം ശില്പത്തിൽ ഒരു നിരീക്ഷണമുണ്ട്. ലീലാതിലകത്തിൽ എത്ര ശില്പങ്ങളുണ്ട്? 8 ശില്പങ്ങളുണ്ട്. ആ കാര്യം ഇവിടെ ഓർത്തു വെക്കണം. സംസ്കൃതം അനാദിയാണെന്നും മറ്റു ഭാഷകൾ സാദിയാണെന്നും ലീലാതിലകത്തിന്റെ രണ്ടാം ശില്പത്തിൽ പറയുന്നുണ്ട്. മലയാള ഭാഷ സംസ്കൃതജന്യമാണ് എന്നുള്ള വാദം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് ലീലാതിലകകാരനാണ്. ലീലാതിലകകാരന്റെ ഈ ചിന്താഗതി ആധുനിക കാലത്ത് പൂർണ്ണമായും പങ്കുവച്ചത് വടക്കുംകൂർ രാജരാജവർമ്മയാണ് എന്ന് നമുക്ക് പറയാം. വടക്കുംകൂർ രാജരാജവർമ്മ സാഹിതി സർവസ്വം എന്ന് പറയുന്ന തന്റെ കൃതിയിൽ ഭാഷാ സ്വരൂപ നിരൂപണം എന്ന 1ാം പ്രകരണത്തിലാണ് മലയാളം സംസ്കൃതജന്യമാണ് എന്ന ആശയം പങ്കുവെക്കുന്നത്. വാക്കുകളുടെ ബന്ധമാണ് സംസ്കൃതജന്യവാദത്തിന്റെ അടിത്തറയായിട്ട്, അതായത് വടക്കുംകൂർ രാജരാജവർമ്മയുടെ വാദത്തിന്റെ അടിസ്ഥാനമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഗിരികളിത ദ്രാവിഡവാണി കളന്തിജ മിളിത കേരള ഭാഷാഗംഗ വിഹരതു മേഹദ് സരസ്വതാ സംഘ. ഈ ഒരു ശ്ലോകം എല്ലാവർക്കും പരിചിതമായിരിക്കും. മുഴുവനായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും സംസ്കൃത ഗിമ ഗിരി ഗളിത എന്ന് തുടങ്ങുന്ന വരി നമ്മൾ എല്ലാവരും പരീക്ഷാ പേപ്പറുകളിലും മറ്റും കണ്ടിട്ടുണ്ടാവും അല്ലെ. കേരള കൗമുദിയിലെ മംഗള ശ്ലോകമാണിത്. കേരള കൗമുദി എന്ന പേര് കേൾക്കുമ്പോൾ ആരെ ഓർമ്മ വരും? കോവണ്ണി നെടുങ്ങാടിയെ ഓർമ്മ വരും അല്ലെ. അപ്പോ കേരള കൗമുദിയിലെ ഈ മംഗള ശ്ലോകം അടിസ്ഥാനമാക്കി കോവണ്ണി നെടുങ്ങാടിയുടെ അഭിപ്രായവും എന്ത് തന്നെയാണ്? സംസ്കൃതത്തിൽ നിന്നാണ് മലയാള ഭാഷ രൂപം കൊണ്ടത് എന്നുള്ളതാണ്. സംസ്കൃത ഗിമഗിരികളിത, സംസ്കൃതമാകുന്ന ഹിമാലയ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് ദ്രാവിഡ ഭാഷയാകുന്ന യമുനാ നദിയോട് കളിന്തജ എന്ന് വെച്ചാൽ എന്താണ്? യമുനാ നദിയാണ്. യമുനാ നദിയോട് ചേർന്നുണ്ടായ കേരള ഭാഷയാകുന്ന ഗംഗ എന്റെ ഹൃദയത്തിൽ നിന്ന്, അല്ലെങ്കിൽ എന്താണ്, എന്റെ ഹൃദയത്തിൽ സരസമായ പദാവലികളോടെ വിഹരിക്കട്ടെ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ അദ്ദേഹം പറയുന്നത്. അപ്പൊ കോവണ്ണി നെടുങ്ങാടിയെയും വടക്കുംകൂറിന്റെ അഭിപ്രായം പോലെ തന്നെ എന്താണ്, സംസ്കൃതത്തിൽ നിന്നാണ് മലയാളം ഉത്ഭവിച്ചത് എന്നുള്ള ആ ഒരു വാദത്തോട് പലരും ഉൾപ്പെടുത്തി പറയാറുണ്ട്. എന്നാൽ കേരള കൗമുദിയിലെ ഭാഷാഗമം എന്ന പ്രകരണത്തിൽ അദ്ദേഹം തന്റെ വാദഗതികള് വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട് താനും. അപ്പൊ ക്ലിയർ അല്ലേ? സംസ്കൃതജന്യവാദം ആരൊക്കെയാണ്? വടക്കുംകൂർ രാജരാജവർമ്മയും കോവണ്ണി നെടുങ്ങാടിയും. അടുത്തത് തമിഴ് ജന്യവാദമാണ്. പേരിൽ നിന്ന് തന്നെ അറിയാലോ, മലയാള ഭാഷ രൂപീകരിക്കപ്പെട്ടത് അല്ലെങ്കിൽ മലയാള ഭാഷയുടെ ഉത്ഭവം തമിഴിൽ നിന്നാണ് എന്ന് പറയുന്ന വാദമാണ് തമിഴ് ജന്യവാദം. തമിഴ് ജന്യവാദത്തിന്റെ ഉള്ളിൽ തന്നെ 3 വാദങ്ങൾ പ്രധാനമായിട്ടുമുണ്ട്. ഒന്ന് പുത്രീവാദമാണ്, പുത്രീവാദം. രണ്ടാമത്തേത് കൊടുന്തമിഴ് വാദമാണ്, കൊടുന്തമിഴ് വാദം. മൂന്നാമത്തേത് ഉപശാഖാവാദം. പുത്രീവാദം, കൊടുന്തമിഴ് വാദം, ഉപശാഖാവാദം. ഈ 3 വാദങ്ങളിലും പറയുന്നത് മലയാള ഭാഷയുടെ മൂലം കിടക്കുന്നത് അല്ലെങ്കിൽ മലയാള ഭാഷ ഉത്ഭവിച്ചത് തമിഴിൽ നിന്നാണ് എന്നുള്ളതാണ്. ഇനി ഓരോന്നും നമുക്ക് നോക്കാം. തമിഴ് ജന്യവാദമാണ് നമ്മൾ നോക്കിയത്. പുത്രീവാദം, കൊടുന്തമിഴ് വാദം, ഉപശാഖാവാദം. മലയാള ഭാഷയ്ക്ക് തമിഴിന്റെ പുത്രീ പദം നൽകുന്നത് കാൾഡ്വൽ ആണ്. കാൾഡ്വലിനെ കുറിച്ച് നമുക്കറിയാലോ. മലയാള ഭാഷ തമിഴിന്റെ പുത്രിയാണ് എന്ന് പറഞ്ഞത് കാൾഡ്വൽ ആണ്. ഇനി കേരള ചരിത്രം എഴുതിയ ഉള്ളൂരിന്റെ അഭിപ്രായം എന്താണ്? പുത്രീപദം ഒന്നും കൊടുക്കാൻ പറ്റില്ല, മാതാവെന്നോ ജ്യേഷ്ഠത്തിയെന്നോ ആണ് വേണ്ടത് എന്നാണ് ആര് പറയുന്നത്? ഉള്ളൂര് പറയുന്നത്. മലയാള ഭാഷ തമിഴിന്റെ മാതാവോ ജ്യേഷ്ഠത്തിയോ ആണ് എന്ന് പറഞ്ഞത് ആരാണ്? ഉള്ളൂരാണ്. ഇനി കുട്ടം, കുടം, കർക്ക, വെൺ, പൂഴി എന്നീ 5 നാടുകളിലെ കൊടുന്തമിഴ്, ഈ 5 നാടുകളിലെ കൊടുന്തമിഴാണ് മലയാളമായി മാറിയത് എന്നാണ് കേരളപാണിനി AR രാജരാജവർമ്മ അഭിപ്രായപ്പെടുന്നത്. അപ്പൊ മലയാള ഭാഷ തമിഴിന്റെ പുത്രിയാണെന്ന് കാൾഡ്വലെ, പുത്രിയല്ല മാതാവോ ജ്യേഷ്ഠത്തിയോ ആണ് എന്ന് ഉള്ളൂരെ, കൊടുന്തമിഴാണ് മലയാളമായി മാറിയത് എന്ന് പറഞ്ഞത് ആരാണ്? AR രാജരാജവർമ്മയാണ്. ഇതിൽ കൊടുന്തമിഴ് വാദം നമുക്ക് സ്ട്രെസ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. ഭാഷ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള അല്ലെങ്കിൽ യുക്തിഭദ്രമായിട്ടുള്ള സിദ്ധാന്തമാണ് കേരളപാണിനിയുടെ കൊടുന്തമിഴ് വാദം. കേരളപാണിനി അവതരിപ്പിച്ച ആശയങ്ങൾ വേണ്ട വിധത്തിൽ അറിഞ്ഞിരുന്നു എങ്കിൽ പിന്നീട് വരുന്ന മൂലദ്രാവിഡ ഭാഷാവാദം എന്നൊന്ന് ഉണ്ടാകുമായിരുന്നില്ല. കൊടുന്തമിഴ് മലയാളമായി തീർന്നു എന്നാണ് ആര് പറയുന്നത്? കേരളപാണിനി പറയുന്നത് കൊടുന്തമിഴാണ് മലയാളമായി തീർന്നത്. അപ്പൊ ഇത്തരത്തിൽ കൊടുന്തമിഴ് മലയാളമായി തീർന്നതിനെ നമ്പൂതിരിമാരുടെ
പ്രാബല്യവും ആര്യ ദ്രാവിഡ സാംഖര്യവും കാരണങ്ങളായിട്ട് കേരള പാണി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്പൂതിരിമാരുടെ പ്രാബല്യവും ആര്യ ദ്രാവിഡ സംഘരവുമാണ് കൊടുന്തമിഴ് വാദത്തിന്റെ മൂല കാരണങ്ങളായിട്ട് AR രാജരാജവർമ്മ ചൂണ്ടിക്കാണിക്കുന്നത്. കൊടുന്തമിഴ് വാദം ആരാണ്? കൊടുന്തമിഴ് ആണ് മലയാളമായിട്ട് പരിണമിച്ചത് എന്ന് പറഞ്ഞത് ആരാണ്? AR രാജരാജവർമ്മയാണ്. വാദം ഉപശാഖാവാദമാണ്. ദ്രാവിഡ ഭാഷകളിൽ ഏറ്റവും അടുപ്പമുള്ള ഭാഷകളാണ് തമിഴും മലയാളവും. അപ്പൊ ഇത് ഉപശാഖകളാണ് എന്നുള്ള വാദമാണ് റോബർട്ട് കാൾഡ്വെല്ലെ, P. ഗോവിന്ദപിള്ള, AR രാജരാജവർമ്മ, P. ശങ്കരൻ നമ്പ്യാർ, LV രാമസ്വാമി അയ്യർ, ഉള്ളൂര് തുടങ്ങിയവരെല്ലാവരും തമിഴ് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭാഷോൽപത്തി സിദ്ധാന്തങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. FW എല്ലീസും ജൂൾസ് ബ്ലോക്കും SK ചാറ്റർജിയും തമിഴിൽ നിന്ന് വേർപെട്ട ഒരു ഉപഭാഷയായിട്ടാണ് മലയാളത്തെ കണ്ടത്. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങള് തമിഴാണ് എന്ന് പറഞ്ഞവരുണ്ട്, തമിഴിന്റെ ഉപഭാഷയാണ് എന്ന് ഇവര് തന്നെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉപശാഖാവാദം ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. മലയാളം തമിഴിന്റെ അതിപ്രാചീനമായിട്ടുള്ള ഒരു ശാഖയാണ്, ഉപശാഖയായിട്ടാണ് കാൾഡ്വെല്ല് കരുതുന്നത്. എന്റെ അഭിപ്രായത്തിൽ മലയാളം തമിഴിന്റെ അതിപ്രാചീനമായിട്ടുള്ള ഒരു ശാഖയാണ് എന്നാണ് ആര് പറയുന്നത്? ദ്രാവിഡ ഭാഷാ വ്യാകരണത്തിലെ റോബർട്ട് കാൾഡ്വെല്ലെ പറയുന്നത്. അത്രമാത്രം പഠിച്ചു വെച്ചാൽ മതി. ഉപശാഖാവാദത്തിന്റെ വക്താക്കളായിട്ട് നമുക്ക് കാൾഡ്വെല്ലെ, P. ഗോവിന്ദപിള്ള, AR രാജരാജവർമ്മ, P. ശങ്കരൻ നമ്പ്യാരെ, LV രാമസ്വാമി അയ്യരെ എന്നിവരുടെ പേര് ഓർത്തു വെക്കുക. ഭാഷോൽപത്തി വാദങ്ങളിൽ അടുത്ത വാദമാണ് മൂലദ്രാവിഡ ഭാഷയുടെ സ്വതന്ത്ര ശാഖ. മൂലദ്രാവിഡ ഭാഷയുടെ സ്വതന്ത്ര ശാഖയാണ് മലയാളം എന്ന് പറയുന്ന വാദമാണിത്. തമിഴിൽ നിന്നുണ്ടായതാണ് മലയാളം എന്ന വാദത്തിന് എതിരെ ഉയർന്നു വന്നതാണ് മൂലദ്രാവിഡ ഭാഷയുടെ സ്വതന്ത്ര ശാഖയാണ് മലയാളം എന്ന വാദഗതി. ഇതിന്റെ പ്രധാന അവതാരകൻ ആറ്റൂർ കൃഷ്ണപിഷാരടിയായിരുന്നു. ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ് മൂലദ്രാവിഡ ഭാഷയുടെ സ്വതന്ത്ര ശാഖയാണ് മലയാളം എന്ന് പറഞ്ഞത്. മൂലദ്രാവിഡത്തിൽ നിന്ന് സ്വതന്ത്രമായി പിരിഞ്ഞു വന്ന ഭാഷയാണ് മലയാളം എന്ന് ആദ്യം പ്രസ്താവിച്ചത് ആരാണ്? ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. ക്ലിയർ അല്ലേ? യെസ്. K. ഗോദവർമ്മയും ഡോക്ടർ KM ജോർജും ഈ അഭിപ്രായക്കാരാണ് എങ്കിലും ആറ്റൂർ അവതരിപ്പിച്ച യുക്തിയിൽ കവിഞ്ഞ ഒരു യുക്തിയും ഒരു വാദങ്ങളും ഇവർക്ക് രണ്ടുപേർക്കും പറയാനുണ്ടായിട്ടില്ല. അപ്പൊ മൂലദ്രാവിഡ ഭാഷയുടെ സ്വതന്ത്ര ശാഖയാണ് മലയാളം എന്ന് പറഞ്ഞത് ആരാണ്? ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. അടുത്തത് ഭാഷാ മിശ്രവാദമാണ്. മിശ്ര ഭാഷാവാദം എന്നും പറയാം. മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെ പറ്റിയുള്ള പ്രമുഖ സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് മിശ്ര ഭാഷാവാദം. മിശ്രം, രണ്ടെണ്ണത്തിന്റെ മിശ്രമാണ്, കലർപ്പാണ് എന്നാണ് പറയുന്നത്. ഏതൊക്കെ രണ്ട് ഭാഷകളുടെ? ചെന്തമിഴിൽ സംസ്കൃതം കലർന്ന്, ശ്രദ്ധിക്കണേ, ചെന്തമിഴിൽ സംസ്കൃതം കലർന്നാണ് മലയാളം ഉണ്ടായത് എന്നുള്ള വാദമാണ് ഭാഷാ മിശ്രവാദം. പ്രൊഫസർ ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് ഈ വാദത്തിന്റെ പ്രധാനപ്പെട്ട വക്താവ്. ഭാഷാ മിശ്രവാദം അഥവാ മിശ്ര ഭാഷാവാദം അവതരിപ്പിച്ചത് ആരാണ്? പ്രൊഫസർ ഇളംകുളം കുഞ്ഞൻപിള്ളയാണ്. ചെന്തമിഴിൽ സംസ്കൃതം കലർന്നാണ് മലയാളം ഉണ്ടായത് എന്നാണ് മിശ്ര ഭാഷാവാദത്തിലൂടെ ഇളംകുളം കുഞ്ഞൻപിള്ള പ്രസ്താവിക്കുന്നത്. ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ ഈ വാദത്തിനോട് യോജിച്ച മറ്റൊരു പണ്ഡിതനായിരുന്നു N. കൃഷ്ണപിള്ള. ഭാഷാ മിശ്രവാദം ആരാണ് പ്രധാനപ്പെട്ട അവതാരകൻ? പ്രൊഫസർ ഇളംകുളം കുഞ്ഞൻപിള്ള. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ചെന്തമിഴിൽ സംസ്കൃതം കലർന്നാണ് മലയാളം ഉണ്ടായത്. അടുത്ത വാദം എക്സാം ഓറിയന്റഡ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു വാദമാണ് ഉൽപ്പത്തിവാദങ്ങളിലെ സംക്രമണവാദം. സംക്രമണവാദത്തിന്റെ അവതാരകൻ ആരാണ് മലയാള ഉൽപ്പത്തിവാദങ്ങളിൽ സംക്രമണവാദം അവതരിപ്പിച്ചത്? മലയാള ഭാഷയുടെ പരിണാമത്തെ സംബന്ധിച്ച് CL ആന്റണി രൂപീകരിച്ച സിദ്ധാന്തമാണ് ഭാഷാ സംക്രമണവാദം. CL ആന്റണി. ചെന്തമിഴിലേക്കും സംസ്കൃതത്തിലേക്കും കേരളത്തിലെ വ്യവഹാര ഭാഷ കയറിപ്പറ്റി അവയുടെ ആധിപത്യം ശിഥിലമാക്കിയതിനു ശേഷം യഥാകാലം സ്വതന്ത്ര പ്രഖ്യാപനം ചെയ്യുകയായിരുന്നു മലയാളം എന്നാണ് സംക്രമണവാദത്തിലൂടെ CL ആന്റണി പറയുന്നത്. അതായത് അന്നിവിടെ വ്യവഹാരത്തിൽ ഉണ്ടായിരുന്ന ചെന്തമിഴ് ഭാഷയിലേക്കും സംസ്കൃതത്തിലേക്കും ഈ രണ്ട് ഭാഷകളുടെ ആധിപത്യവും നശിപ്പിച്ച ശേഷം, ശിഥിലമാക്കിയതിനു ശേഷം ആ ഒരു സ്ഥാനത്തേക്ക് കാലക്രമേണ മലയാള ഭാഷ പരിണമിക്കുകയായിരുന്നു എന്നാണ് ആര് പറയുന്നത്? CL ആന്റണി പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഗദ്യത്തിലുള്ള സാഹിത്യ ഭാഷയുടെ പരിണാമത്തിലാണ് സംക്രമണവാദം ഊന്നുന്നത്. ഈ ഒരു ഭാഷയുടെ സംക്രമണ കാലഘട്ടത്തെ 3 ഘട്ടങ്ങളായിട്ടാണ് ആര് തിരിക്കുന്നത്? CL ആന്റണി തിരിക്കുന്നത്. പരതന്ത്ര ഘട്ടം,
സംക്രമണഘട്ടം, സ്വതന്ത്രഘട്ടം എന്നിവയാണവ. പരതന്ത്രഘട്ടം, സംക്രമഘട്ടം, സ്വതന്ത്രഘട്ടം. ക്ലിയർ അല്ലേ? സംക്രമണവാദം ആരുടേതാണ്? CL ആന്റണിയുടേതാണ്. ഭാഷാ പരിണാമത്തെ അദ്ദേഹം എത്ര ഘട്ടങ്ങളായി തിരിക്കുന്നു? 3 ഘട്ടങ്ങളാക്കി തിരിക്കുന്നു. ഏതൊക്കെയാണവ? പരതന്ത്രഘട്ടം, സംക്രമണഘട്ടം, സ്വതന്ത്രഘട്ടം. ക്ലിയർ അല്ലേ? അപ്പം മലയാള ഭാഷയുടെ ഉൽപ്പത്തിവാദങ്ങളെല്ലാം തന്നെ നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടായിരുന്നുവല്ലോ, മലയാളം സംസ്കൃതജന്യമാണ് എന്നുള്ള അഭിപ്രായത്തിന്റെ അവതാരകൻ ആരാണ് എന്ന്. ഇപ്പൊ എല്ലാവർക്കും അതിന്റെ ഉത്തരം കിട്ടിയല്ലോ. കോവുണ്ണി നെടുങ്ങാടി. കോവുണ്ണി നെടുങ്ങാടിയാണ് മലയാള ഭാഷ സംസ്കൃതത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് പറഞ്ഞത്. അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മലയാള ഭാഷയുടെ ഉൽപ്പത്തി വാദങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. പരീക്ഷ അടുത്തു വരികയാണ്. കൃത്യമായിട്ടുള്ള പഠനവും ഒപ്പം റിവിഷൻ കൂടി ചെയ്താലാണ് വിജയത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. കൃത്യമായിട്ട് കുഞ്ഞു കുഞ്ഞു പോയിന്റുകളായിട്ട് നോട്ട് എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. താങ്ക് യു ലേണേഴ്സ്.